നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളെ അവർ നഷ്ടപ്പെടുത്തിയാൽ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതിൽ ഇപ്പം അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അവർക്ക് കുറ്റബോധമുണ്ടോ, അവരേത് എനർജിയിലൂടെയാണ് കറൻറ്റിലി കടന്നു പോകുന്നത്, നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന ഒരു റീഡിങ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കാനായിട്ട്. കാരണം ഇതൊരു ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾ എത്രത്തോളം ശക്തമായിട്ടാണോ റീഡിങ്സിലേക്ക് കൊടുക്കുന്നത്, നിങ്ങൾ ഓരോ റീഡിങ്സിലും എത്രത്തോളം വിശ്വാസം പുലർത്തുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ റീഡിങ്സുകൾ റെസനേറ്റ് ആയിട്ട് വരുന്നതും നല്ലൊരു ഗൈഡൻസ് ലഭിക്കുകയും ചെയ്യുന്നത് കേട്ടോ. കൂടാതെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക, നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. കൂടാതെ തന്നെ അഫർമേഷൻസ് എഴുതുന്നവരും മറക്കരുത്. അഫർമേഷൻസ് എന്ന് പറയുന്നതൊന്നും ഒരിക്കലും ഒരു തമാശ അല്ലെങ്കിൽ അതൊരു വിശ്വാസത്തോടു കൂടി ചെയ്താലേ നമുക്കതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. നിങ്ങൾ ആരോടും ഒന്നും ഷെയർ ചെയ്യേണ്ട. നിങ്ങളുടെ മനസ്സ് മുഴുവൻ നിങ്ങളൊരു ബുക്ക് മേടിച്ച് ആ ബുക്കിനകത്ത് മനോഹരമായിട്ട് എഴുതുക. അതിനെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു മാനിഫെസ്റ്റേഷനാണ്. നമ്മൾ എഴുതുന്ന അക്ഷരങ്ങളെ കണക്ട് ചെയ്ത് എഴുതുമ്പോൾ അത് വളരെ ശക്തമായൊരു മാനിഫെസ്റ്റേഷനായിട്ടാണ് മാറുന്നത്. അഫർമേഷൻസ് എഴുതുക. മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, മറ്റുള്ളവരോടുള്ള വിദ്വേഷങ്ങളെ ഇതിനെല്ലാം കത്തിച്ച് കളഞ്ഞ് പവിത്രമാകുന്ന പോസിറ്റീവാകുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായി മാറാൻ ശ്രമിക്കുക. അത് കഴിയുമ്പോഴാണ് ഈ അഫർമേഷൻസ് നമുക്ക് പ്രയോജനമാകുന്നത്. പ്ലസ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. ആരോടും ഒന്നും പറയണ്ട. നമുക്ക് നമ്മുടെ പ്രകൃതിയോട് പറഞ്ഞാൽ മതി നന്ദി. ഓരോ വ്യക്തികളുടെ പേരും അഡ്രസ്സും ഒന്നും എഴുതി വെച്ച് വിളിച്ചൊന്നും ആരോടും നിങ്ങൾ നന്ദി പറയണ്ട. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ സഹായിച്ചാൽ, ഒരു പുഞ്ചിരി സമ്മാനിച്ചാൽ, നിങ്ങളോടൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ മനസ്സിൽ ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രപഞ്ചത്തിൻ്റെ നേരെ നോക്കി പറഞ്ഞാൽ മതി, താങ്ക് യു ഗോഡ്, എനിക്ക് ഇന്ന പോലൊരു സംഭവം ഉണ്ടായില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടായതിൽ ഞാൻ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു. അങ്ങനെ ഓരോ കാര്യത്തിനും നന്ദി പറയുക പ്രകൃതിയോട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഏറ്റവും പവർഫുള്ളായ ഓരോ കാര്യങ്ങളാണ്. ഇതൊന്നും കാശ് കൊടുത്ത് മേടിക്കാനും മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് അത് ഇത് മറ്റതൊക്കെ മേടിച്ച് ശരീരത്തിൽ ധരിക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ പ്രകൃതി നമുക്ക് വേണ്ട എല്ലാ പോസിറ്റിവിറ്റിയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലും കണക്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ചുറ്റും നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. 2 ദിവസം കൊണ്ട് റീഡിങ്സ് ഇടാണ്ടിരുന്ന ബോഡി ഓക്കെ ആയില്ലായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ എടുത്ത് ഷഫിൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് എനിക്ക് ടാറോ എടുക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര ഭാരമായിരുന്നു. കാരണം നമ്മുടെ എനർജി ഇങ്ങനെ ലോസ് ആയിട്ടിരിക്കുകയല്ലായിരുന്നു അത്രയും ദിവസം വയ്യാതായതുകൊണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാതെ പോയതിൽ അവരെത്രത്തോളം വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു കുറ്റബോധമുണ്ടോ, എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ്. അതൊരു സെപ്പറേഷൻ, ഇപ്പം നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലോ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിലോ ഒക്കെ ഉള്ള വ്യക്തികളെ കണക്ട് ചെയ്യാം. പിന്നെ മെയിനായിട്ട് ഞാൻ പറയാൻ കേട്ടോ, ഇതിനകത്ത് റിലേഷൻഷിപ്പ് റീഡിങ്സ് എന്ന് മാത്രം നിങ്ങൾ ഇതിനെ എഴുതി തള്ളരുത്. അല്ലെങ്കിൽ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണെന്ന് ഒരിക്കലും എഴുതി തള്ളരുത് കേട്ടോ. നിങ്ങൾ ആരെയാണോ കണക്ട് ചെയ്യുന്നത്, ഏത് വ്യക്തിയെക്കുറിച്ചാണോ നിങ്ങൾക്ക് അറിയേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ ജനറൽ റീഡിങ്സ് ആണ്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇത് ഏത് വ്യക്തിനെ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻസിനെ കണക്ട് ചെയ്ത് വേണം എനിക്ക് റീഡിങ്സ് കാണാനെന്ന്. അപ്പോൾ ആ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവന്ന് അവരുടെ പേരൊരു 3 പ്രാവശ്യം ആഴത്തിൽ പറഞ്ഞ് നിങ്ങൾ റീഡിങ്സ് കേൾക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കണക്റ്റഡ് ആകും കേട്ടോ. അത് നിങ്ങളുടെ ഹസ്ബൻഡിനായിക്കോട്ടെ, വൈഫിനായിക്കോട്ടെ, നിങ്ങൾ പ്രണയിക്കുന്നത് മസ്കുലിൻ ആയിക്കോട്ടെ, ഫെമിനിൻ ആയിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് അത് കാണാം. അത് ഹസ്ബൻഡിന് വേണ്ടി കാണാം. ചിലർ കഴിഞ്ഞ ദിവസം
ചോദിക്കുന്നതായിട്ട് ഭാര്യ ഭർത്താവിൻ്റെ റീഡിങ്സ് ഇടാമോ, അമ്മയുടെ മകൻ്റെ റീഡിങ്സ് ഇടാമോ, അച്ഛനും മോളും അച്ഛൻ്റെയും അമ്മ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അതൊന്നും ഇല്ല മക്കളെ. ഇതിനകത്ത് നിങ്ങൾ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇന്ന വ്യക്തിയെക്കുറിച്ച് അറിയണം, ഈ റീഡിങ്സിലൂടെ എനിക്കൊരു ഇൻഫർമേഷൻ തരൂ ടാറോ എന്ന് പറഞ്ഞ് നിങ്ങൾ കണക്റ്റ് ചെയ്യുക കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് റീഡിങ്സ് എടുത്ത് അവരുടെ പേരും ഡീറ്റെയിൽസൊക്കെ വെച്ച് അറിയാൻ ശ്രമിക്കണം. അങ്ങനെ നമുക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ. നമുക്ക് ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ കരിയറൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ എടുക്കാൻ പറ്റുള്ളൂ. റിലേഷൻഷിപ്പിലൊന്നും ഇങ്ങനെ ഓരോ വ്യക്തികളെ, ഇപ്പോൾ ഭർത്താവിനെ കുറിച്ച് ഭാര്യ അറിയാൻ അങ്ങനെയൊന്നും പറഞ്ഞ് നമുക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ടാറോയെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ടാറോയ്ക്ക് തന്നെ അതൊരു ഷെയിമായി തീരുന്ന ഒരു എനർജി, ആ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ കരിയർ, ഫിനാൻസൊക്കെ നമുക്ക് ഇടാൻ സാധിക്കും. അത് നമ്മൾ യൂണിവേഴ്സൽ മെസ്സേജിൽ അതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള റീഡിങ്സ് അല്ലേ ഇടുന്നത്. ജനറൽ റീഡിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നിങ്ങളിപ്പോഴുള്ളവരിലേക്ക് എത്തുകയും ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ റീഡിങ്സിൽ ഇട്ടുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒത്തിരി ടൈം പോയി, സോറി കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ജസ്റ്റിസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ശരിക്കും അവർക്കിടെ മനസ്സിൽ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ ബാലൻസ് ചെയ്യാൻ പറ്റാതെ പോയി എന്നുള്ളൊരു കുറ്റബോധം അവരെ ശക്തമായിട്ട് പിടികൂടിയിട്ടുണ്ട്. ശരിക്കും അവരെ സംബന്ധിച്ച് അവർ ജസ്റ്റിസ് എനർജിയിലാണ്, ഇമോഷണൽ ജസ്റ്റിസ് എനർജിയിലാണ്. അതായത് മനസ്സുകൊണ്ട് അവരിങ്ങനെ തുലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്, പാസ്റ്റിലേക്ക് അവർ കണക്റ്റ് ചെയ്യുകയാണ്. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നത്, എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെയാണ് ശ്രദ്ധ കൊടുക്കാതെ പോയത് എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണിപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി. അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ അവരുടെ മുമ്പിൽ രണ്ട് സാഹചര്യങ്ങളുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ പോസിറ്റീവായിട്ടും നിങ്ങളിൽ നെഗറ്റീവായതുമായ രണ്ട് സിറ്റുവേഷൻസിനെ അവരെ ക്ലിയർ ചെയ്യാനായിട്ട്, അതായത് അവർക്ക് മിസ്റ്റേക്ക് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ, അവരുടെ മനസ്സാക്ഷിക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിലെ രണ്ട് സാഹചര്യങ്ങളെ അവർ തുലനം ചെയ്യുകയാണ്. ഇതിനകത്ത് ഏതാണ് കൂടുതലായിട്ട് കണക്റ്റഡ് ആകുന്നത്, എവിടെയാണ് മിസ്റ്റേക്കെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നൊരവസ്ഥയാണ്. അതായത് ഒരു ജസ്റ്റിസ് എനർജിയിലാണ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ ചിന്തകളെ, അവരുടെ സാഹചര്യങ്ങളെ. അവർ സ്വയം അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതായത് കുറ്റബോധം അവരിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ പൂർണ്ണമായിട്ടും അറിയാതെ പോയതിൽ, നിങ്ങളിൽ നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നിങ്ങളിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഉള്ളവരിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർക്ക് ശക്തമാകുന്ന കുറ്റബോധമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ തന്നെ പരീക്ഷിക്കുന്നു, അവർ തന്നെ ശിക്ഷിക്കുന്നു. ആ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് എനർജിയിൽ തന്നെ കേട്ടോ. കാരണം ഇവിടെ തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു പക്ഷേ ഇവർ ഹൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളെ ലൈഫിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ മറ്റൊരു സിറ്റുവേഷൻസിലേക്കും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവരിവിടെ അവരുടെ ലൈഫിൽ ഒരു കർമ്മ എനർജിയിൽ അവർ പെട്ടിട്ടുണ്ട്. ആ കർമ്മയെ ബേസ് ചെയ്ത് ഇവർ രണ്ട് സിറ്റുവേഷൻസ് അവർ മനസ്സാക്ഷിയെ ക്ലിയർ ചെയ്യാൻ, അവർ കുറ്റം ചെയ്തിട്ടില്ല എന്നാക്കി തീർക്കാൻ അവർ നിങ്ങളിലെ നന്മയെയും തിന്മയെയും ബാലൻസ് ചെയ്യാണ് അവിടെ. ഇതിനകത്ത് എവിടെയാണ്, നിങ്ങളിലാണോ മിസ്റ്റേക്ക് അതോ അവരിലാണോ മിസ്റ്റേക്ക് എന്നുള്ളത് അവർക്ക് ക്ലാരിറ്റി വരുത്തണം. അപ്പം നിങ്ങളുടെ കൂടുതൽ മോശവശത്തെയും നല്ല വശത്തെയും എല്ലാം വെച്ച് അവർ ഒരു ത്രാസിൽ തൂക്കി നോക്കിക്കൊണ്ടിരിക്കുന്ന, അതായത് അവരുടെ മുഖം അവർ മറച്ച്, അവരുടെ തിന്മയെ അവർ മറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അതായത് കള്ളത്തരം നല്ല പോലെ മനസ്സിലുള്ള വ്യക്തി തന്നെയാണ്. നമുക്ക് അങ്ങനെ വിശ്വസിക്കാവുന്ന ഒരു പേഴ്സൺ അല്ല. ഒരു പക്ഷേ അയാളുടെ വാക്കുകൾ പോലും കള്ളങ്ങളായിരിക്കാം ആ വ്യക്തിയുടെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രവൃത്തികളിൽ ഒരുപാട് ഹൈഡ് എനർജികൾ, കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്ന ക്യാരക്ടർ എനർജി ഉള്ള വ്യക്തിയാവാം. അപ്പോൾ എപ്പോഴും ഞാൻ ക്ലിയർ ആണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുക, ഇപ്പം അവരുടെ മനസ്സാക്ഷിക്ക് മുമ്പിലും അവർ ക്ലിയർ ആണെന്ന് കാണിച്ചു കൂട്ടുക എന്നുള്ള ഒരു സിറ്റുവേഷൻസിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. ഇതിൻ്റെ കാരണം നിങ്ങളോട് ഒരുപാട് ഹൈഡ് എനർജിയും ഒരുപാട് കള്ളത്തരങ്ങളും ഈ പേഴ്സൺ പറഞ്ഞിട്ടുമുണ്ട്, നിങ്ങളോട് പ്രവർത്തിച്ചിട്ടുമുണ്ട്. നിങ്ങളെ ചൂസ് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരിടത്ത് ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു പാസ്റ്റിൽ.
ഒരു പക്ഷേ നിങ്ങളോട് നോ പറയാതെ നിങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഈ വ്യക്തിയുടെ ടൈമും ഈ പേഴ്സൻ്റെ ഇയാൾ എന്നൊക്കെ പറയുമ്പോൾ ഉടനെ അത് നിങ്ങളത് ഉടനെ മസ്കുലിനിലേക്ക് കണക്ട് ചെയ്യില്ല കേട്ടോ, നിങ്ങളുടെ വ്യക്തിയെ കണക്ട് ചെയ്തോളൂ കേട്ടോ. ഈ വ്യക്തിയുടെ കറൻറ്റ് ടൈമും ആ വ്യക്തിയുടേതാകുന്ന എല്ലാ സാന്നിധ്യവും പ്രസൻസും സപ്പോർട്ടും എല്ലാം മറ്റൊരിടത്ത് ശരിക്കും ദാനം പോലെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പേഴ്സൺ ആ വ്യക്തിക്ക് പോലും വലിയ പ്രാധാന്യം കൊടുക്കാതെ തേർഡ് പാർട്ടി എനർജിയിൽ വളരെയധികം എന്താ പറയുക കമ്മിറ്റഡ് എനർജിയോട് കൂടി, അതായത് പൂർണ്ണതയോടുകൂടി നിന്നിരുന്നതായിട്ടാണ് നമുക്ക് പാസ്റ്റിൽ കാണുന്നത്. ദ ഹയറോഫെൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ശരിക്കും ഇപ്പം ഹാർട്ട് ബ്രോക്കൺ ആണ്, ശക്തമായിട്ട് പെയിൻ അനുഭവിക്കുന്നുണ്ട്, വെല്ലുവിളി നേരിടുന്നുണ്ട്, ചീറ്റിംഗ് പ്രസൻസിലാണ്. ശരിക്കും വ്യക്തി കുറ്റബോധം കൊണ്ട് നീറുകയാണ്, ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അതിനുള്ള ശക്തി അല്ലെങ്കിൽ ധൈര്യമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. യാതൊരുവിധ അതായത് നിങ്ങളുടെ ഫേസ് ടു ഫേസ് നോക്കാനുള്ള ഒരു ഗഡ്സ് ഇല്ലാതെ ആയിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളോട് വിളിക്കാനോ നിങ്ങളോട് സംസാരിക്കാനോ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള ഒരു പവർ എനർജി ഇല്ലാത്തൊരവസ്ഥ. ശരിക്കും വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചലഞ്ചിങ് ആണ് ഇപ്പോൾ ലൈഫ് സിറ്റുവേഷൻസിൽ. ഇമോഷണലി ഈ വ്യക്തി എവിടെ നിന്നൊക്കെയോ ചീറ്റിംഗ് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സാക്ഷി തന്നെ കാര്യങ്ങളെ തിരുത്തി കൊടുത്തപ്പം കുറ്റബോധം എന്ന് പറയുന്ന ആ ഒരു കാര്യം മനസ്സിൽ നിറഞ്ഞു നിന്നിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ആഗ്രഹമുണ്ട്, എവിടേക്കോ എത്തിച്ചേരണം, എന്തൊക്കെയോ ആവണം, ഏതൊക്കെയോ നിലയിലേക്ക് പോകണമെന്നൊക്കെ ഭയങ്കരം ആഗ്രഹമുള്ള ആ ഒരു ശക്തമാകുന്ന ആഗ്രഹത്തിനടിമയും കൂടിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിയുടെ എനർജിയിലേക്ക് ഇപ്പം നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടൊരു റീയൂണിയൻ പ്രസൻസിനുള്ള ഒരവസരം ഈ വ്യക്തി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടെത്തിയാൽ തന്നെ നിങ്ങളിലേക്ക് വന്നാൽ തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളിലായിരുന്നു മിസ്റ്റേക്ക് ആ വ്യക്തിയിലല്ല എന്ന രീതിയിലാക്കി തീർക്കാനും ഈ ഒരു പേഴ്സണ് യാതൊരു മടിയും ഉണ്ടാകില്ല. ആ വ്യക്തി വളരെ ക്ലിയർ ആയിട്ട് നിൽക്കും നിങ്ങൾക്ക് മുന്നിൽ, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പോലെ. പക്ഷേ ആ വ്യക്തി നല്ല രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയിട്ടുണ്ട് പാസ്റ്റ് എനർജിയിലെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സമയം ചേഞ്ച് ആകുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിനകത്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുടേതും ചെറിയ രീതിയിൽ നോക്കുമ്പോൾ ബ്ലെസ്സിങ്സിൻ്റെയൊക്കെ ഒരു ടൈമിംഗ് ആണ്. പക്ഷെ എന്നാലും ആ വ്യക്തിയെ സംബന്ധിച്ച് പേടിയുണ്ട്, ഉള്ളിലൊരു ഉൾഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറ്റബോധം നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ലൈഫിൽ വളരെ ശക്തമാകുന്ന കുറ്റബോധമുണ്ട്. ഈ കുറ്റബോധത്തിന് കാരണം നിങ്ങളിൽ നിന്നും നിങ്ങൾ കൊടുത്ത സ്നേഹത്തെയും സപ്പോർട്ടിനെയും നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടതാകുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ച് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നില ഉറപ്പിച്ച കാര്യങ്ങളെല്ലാം ഈ പേഴ്സൺ അറിയാം. ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ആ വ്യക്തിയെ ഇത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഈ നിമിഷം വരെ മറ്റൊരു വ്യക്തികളും കണക്റ്റഡ് ആയിട്ടില്ല എന്നുള്ളതും ഈ ഒരു പേഴ്സണ് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ നിങ്ങളുടെ റിലേഷനിൽ സംതൃപ്തിയില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുറത്ത് കടന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് ഈ ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു നിസ്സഹായതയെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആ വ്യക്തിയിൽ നിന്നും മാറാനോ ആ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്നും പുറത്ത് കടക്കാനോ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും നിങ്ങളോട് യാതൊരു മനസ്സാക്ഷിയും ഇല്ലാതെ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയ, നിങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന പെയിൻ എന്താണെന്ന് ഈ പേഴ്സൺ അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക ക്രൂവൽ മൈൻഡോടുകൂടി അത്രയും വലിയൊരു ക്രൂരത നിങ്ങളോട് ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിറങ്ങിപ്പോയ പേഴ്സണാണ് ഈ വ്യക്തി. അതുകൊണ്ട് ഇപ്പോൾ കറൻറ്റ്ലി നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അതേ ഹാർട്ട് ബ്രോക്കൺ, നിങ്ങൾ എന്താണോ അനുഭവിച്ചത് അത് തന്നെ കറൻറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഒരു ഇരുണ്ട അവസ്ഥയാണ്, ഒരു ഇരുട്ടിൽപ്പെട്ട അവസ്ഥയാണ്. എവിടെയാണ് നിൽക്കുന്നതെന്നും ഈ അവസ്ഥയിൽ നിന്നും എങ്ങനെയാണ് പുറത്ത് കടക്കാൻ പറ്റുക എന്നുള്ളതെല്ലാം ആ വ്യക്തി അതിൻ്റെ ഉള്ളിൽ കിടന്ന് അല്ലമുറയിട്ട് കരയുന്നെന്ന് തന്നെ പറയാൻ പറ്റും. നമുക്കൊരു നിലവിളിക്കുന്ന അവസ്ഥയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അത്രത്തോളം ഈ വ്യക്തി സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തിയെ സംബന്ധിച്ച് ഫോക്കസും ചെയ്യുന്നുണ്ട്. ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള പല കാര്യങ്ങളും മാനിഫെസ്റ്റ് പോലുള്ള പല തന്ത്രങ്ങളും ഈ പേഴ്സൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും
ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ചെയ്തതിൻ്റെ ഫലം ശരിക്കും ഹാർട്ട് ബ്രോക്കൺ, ഇമോഷണൽ ചീറ്റിംഗ്, ഇതെല്ലാം ഇപ്പം കറൻറ്റിലി അനുഭവിക്കുന്നുണ്ട്. അതൊരു തേർഡ് പാർട്ടിയിൽ നിന്നാണോ അതോ സ്വയം മനസ്സാക്ഷി സമയം ആ വ്യക്തിനെ ഇപ്പം ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണോ എന്നുള്ളതാണ് നമുക്ക് മുന്നോട്ടേക്ക് നോക്കേണ്ടത്. ദ മജീഷ്യൻ്റെ എനർജിയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞില്ലേ, മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളെയും ലൈഫിലെ പല സിറ്റുവേഷൻസിനെയും മറികടക്കാൻ വേണ്ടിയിട്ട് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈഗോ എനർജി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഈഗോ എന്ന് പറയുമ്പോഴാണ്, ആ ഒരു എനർജിയിൽ നിൽക്കുമ്പോഴാണ് ചുറ്റുമുള്ളതിനെയൊക്കെ മാറ്റി നിർത്താനും അല്ലെങ്കിൽ ഏൽക്കുന്ന ആ ഒരു പെയിൻ എനർജിയിൽ നിന്നൊക്കെ പുറത്ത് കടക്കണമെങ്കിൽ സെൽഫിഷ് മെൻറ്റാലിറ്റി, ഈഗോ എനർജിയിലേക്ക് വരണം. അതെല്ലാം മനസ്സിലാക്കി സ്വയം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു സക്സസ് സൺറൈസിങ് ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും ആ വ്യക്തിയെ സംബന്ധിച്ച് അതിനുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല, ഒരു പൂർണ്ണത കിട്ടുന്നില്ല. ഈ വ്യക്തിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നൊന്താലൊന്നും ഇവർക്കത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല എന്ന് തന്നെ പറയാം. അതായത് മറ്റുള്ളവരുടെ ഹൃദയത്തിൻ്റെ വേദന അല്ലെങ്കിൽ മറ്റുള്ളവരിപ്പോൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിള് ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ല. ഇവരോടൊപ്പം ഉള്ളവരെ ആണെങ്കിൽ പോലും ഇവരൊരു സെൽഫിഷ് മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ട് ഇവരിൽ മാത്രം ഇവർ ഫോക്കസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഇവർക്ക് എന്തൊക്കെയാണോ നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് ഇവർ നോക്കുന്നത്. ഇവർക്ക് പുറമേ ഉള്ളവർക്ക് എന്തു വന്നു എന്തു പറ്റിയെന്നുള്ളതൊന്നും ഇവരെ ബാധിക്കുന്ന കാര്യമല്ല. ആ ഒരു എനർജി കൊണ്ടാണ് നിങ്ങൾ എത്രത്തോളം വേദനിക്കുന്നു, നിങ്ങൾ എത്രത്തോളം ഇപ്പം തകർന്നിരിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാതെ നിങ്ങളിൽ നിന്നും നിഷ്കരുണം, നിങ്ങളോട് യാതൊരുവിധ മനസാക്ഷിയും കാണിക്കാതെ ആ വ്യക്തി പുറത്ത് കടന്നതായിട്ട് കാണുന്നത്. കറൻറ്റ്ലി അവരുടെ എനർജിയിൽ ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റിയും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ക്ലാരിറ്റിയോട് കൂടി വ്യക്തതയോട് കൂടി മാത്രം ചെയ്യുമെന്നുള്ള ചെറിയ ഈഗോയും ഒക്കെയുള്ള ആ ഒരു പേഴ്സൻ്റെ എനർജിയിൽ നിന്നും പാസ്റ്റിലേക്ക് നിങ്ങളിലേക്ക് വളരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് വന്നിരിക്കുന്നത്. ശരിക്കും എല്ലാം മനസ്സിലാക്കുന്നു. നഷ്ടങ്ങളും ലാഭങ്ങളും നല്ലതെന്താണെന്നും ചീത്ത എന്താണെന്നും എവിടെ ആയിരുന്നു ഫോക്കസ് ചെയ്യേണ്ടതെന്നും തൻ്റെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാട് വന്നപ്പം ഞാൻ മതി മറന്നു പോയി എന്നുള്ളതും നിങ്ങളോട് ചെയ്തത് തെറ്റാണെന്നും നിങ്ങളുടെ മുന്നിൽ ഹൈഡ് ചെയ്ത് അവർ മറ്റ് ചില ഇടങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തതുമെല്ലാം തെറ്റാണെന്നുമൊക്കെ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഇൻഡ്യൂഷൻ, ആ വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ വ്യക്തിക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ തെറ്റുകളെ വ്യക്തമാക്കി കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ്. ഒരു അവസാനിച്ചെടുത്ത് നിന്നും ആ വ്യക്തി ആരംഭിച്ചിരിക്കുന്നു, തുടങ്ങിയിരിക്കുന്ന പുതിയൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ിലേക്കാണ് മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം എവിടെയാണോ അവസാനിച്ചെടുത്ത് നിന്നും ആ വ്യക്തി പുതിയൊരു തുടക്കത്തിന് തയ്യാറാകുന്നു, ഒരു മാറ്റത്തിന് തയ്യാറാകുന്നു. അത് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിക്കാവാം, അതല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ കിട്ടുന്ന ചില എക്സ്പീരിയൻസ് കൊണ്ടാവാം. ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി മാറണമെന്ന് ചിന്തിക്കുന്നു. കുറച്ചൊക്കെ മറ്റെല്ലാവരെയും കൂടി അക്സെപ്റ്റ് ചെയ്യണം, തനിക്ക് ചുറ്റുമുള്ളവരെ താൻ അംഗീകരിക്കണമെന്നുള്ള ഒരു ചിന്തയിലേക്കൂടി കാര്യങ്ങൾ മാറുന്നുണ്ട്. സെവൻ ഓഫ് സോഴ്സിൻ്റെ എനർജി നിൽപ്പുണ്ട്. ചീറ്റിംഗ് ചെയ്തു എന്നത്, അതായത് സ്നേഹത്തിന് ആ വ്യക്തിയെ അംഗീകരിച്ച, ആ വ്യക്തിയെ മനസ്സിലാക്കിയ, അതായത് നിങ്ങളുടെ സ്നേഹം സ്വീകരിച്ച് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു. നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത ഇമോഷൻസ്, സപ്പോർട്ട്, ഇതെല്ലാം ആ വ്യക്തി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു എന്നുള്ളത് അത് ആ വ്യക്തിക്ക് ഇണങ്ങിയ ആ ഒരു പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്ത് ആ വ്യക്തിക്ക് പറ്റിയതായ ഒരു കാര്യമല്ലായിരുന്നു ചെയ്തതെന്നുള്ളതും ആ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ദ ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണ് വന്നിരിക്കുന്നത്. ഒരു ബന്ധനം പോലെയാണ് ഇപ്പം. പുറത്ത് കടക്കണം, എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം, സമാധാനം വേണമെന്ന് ആഗ്രഹിച്ചിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മകളിലും നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിലേക്കും ആ വ്യക്തി ഒരു ബന്ധനം പോലെ ഇപ്പം കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും മനസ്സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയാണ്, സ്ട്രെസ്സാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. ആ വ്യക്തിനെ വല്ലാതെ എന്തൊക്കെയോ ഒന്നിലധികം കാര്യങ്ങൾ പേടിപ്പിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ഇനി എന്താണ് ആക്ഷൻ എടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു സ്ട്രെസ് എനർജിയിൽ സ്ട്രഗിളിൽ നിന്നും പുറത്ത് കടക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. കാരണം ഈ വ്യക്തിയുടെ മനസ്സാക്ഷി
ഈ വ്യക്തിയെ വേട്ടയാടുന്നു എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. ചെയ്ത തെറ്റിന് ആ വ്യക്തിക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ആ വ്യക്തി മാറിയിരിക്കുന്നത്. സ്വയം കുറ്റബോധം തോന്നുന്നൊരവസ്ഥ. മറ്റ് സാഹചര്യങ്ങളെക്കാൾ കൂടുതൽ ഈ വ്യക്തിനെ ബാധിച്ചിരിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലെ ആ ഒരു മാറ്റമാണ് കേട്ടോ. ഒരു പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുന്ന ദൈവികമാകുന്ന ഒരു ഭാവത്തിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ചിങ് ആണ് ആ വ്യക്തിനെ ഏറ്റവും കൂടുതൽ ഇവിടെ സ്ട്രഗിൾ എനർജിയിലൂടെ കടന്നു പോകാൻ കാരണമാക്കുന്നത്. ഒരു ബന്ധനം പോലെയാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാതെ അതിനകത്ത് കിടന്ന് ഉരുകുന്നൊരവസ്ഥ. ഓരോ കാര്യങ്ങളും ഓർത്ത് ചിന്തിച്ച് വേദനിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെവിടെയാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത അവർക്ക് ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ട്. ആൻസൈറ്റി, ഡിപ്രഷൻ മൂഡിലേക്കൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. പ്ലസ് അവർക്ക് ഭയവുമുണ്ട് കേട്ടോ. അവരെന്തിനെയോ ഭയപ്പെടുന്നുണ്ട്. നിങ്ങളെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർ ഭയപ്പെടുന്നുണ്ട്. ആ ഭയം അവരെ ബന്ധനത്തിലാക്കിയാണ്. അതായത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും മറ്റെന്തോ ഒരു സാഹചര്യം, ഒരു പക്ഷേ നിങ്ങളിൽ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം മറ്റൊരു വിവാഹവും മറ്റും കഴിഞ്ഞ വ്യക്തികളാണ് എങ്കിൽ, അതല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിൽ ഈ വ്യക്തി ശരിക്കും ഭയപ്പെടുന്നുണ്ട്. നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണമെന്നും നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയിട്ട് ചെയ്യണമെന്നും ഈ വ്യക്തി ആഗ്രഹിച്ചിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ ഉള്ളിൽ ഭയങ്കര ഭയം ഫീൽ ചെയ്യുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, വെയിറ്റിംഗ് ചെയ്യേണ്ടി വരുന്നു. അതായത് ബൗണ്ടറി ഇട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നു. വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർത്ത്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് സാഹചര്യങ്ങൾ ഓർത്ത് വളരെയധികം സങ്കടപ്പെടുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട്. ഒരു പക്ഷേ ആ വ്യക്തിയുടെ ലൈഫിലുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുണ്ടാവാം. മൂന്നാമതൊരാളുടെ പ്രസൻസ് ആ വ്യക്തിയെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് നിന്ന് തന്നെയെന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളെ പ്രഷ്യസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നു. നിങ്ങളോട് ഭയങ്കരമായ അഡിക്ഷൻ തോന്നുന്നു, ആഗ്രഹം തോന്നുന്നു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം നിങ്ങളെ സഡൻ കാണണമെന്നും നിങ്ങളുടെ സാന്നിധ്യവും പ്രസൻസും വേണമെന്നുമൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ്. നിങ്ങളുടെ റിലേഷനിൽ ബ്ലാക്ക് മാജിക്ക് അല്ലെങ്കിൽ ഡെവിൾ എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ടുണ്ട്. ഒരു പക്ഷേ പാസ്റ്റ് ലൈഫ് കർമ്മയാവാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന ഒരു ബന്ധനം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു അദർശ്യ ശക്തി, ഒരു നെഗറ്റീവ് ശക്തിയുടെ പ്രസൻസ് നിങ്ങളെ തമ്മിൽ ഒരു പക്ഷേ കൂടി ചേരാൻ അനുവദിക്കാത്ത വിധം അകറ്റാൻ കാരണമാകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ ഈ പറഞ്ഞതുപോലെ വ്യക്തിക്ക് ഭയം ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ അനുവദിക്കാത്ത വിധം ഒരു ബൗണ്ടറി ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസിൽ നിന്ന് വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലോ ആ വ്യക്തിയുടെ കൂട്ടത്തിലോ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ ഒരുമിച്ച് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശത്രുഭാവമുള്ള വ്യക്തിയുടെ പ്രസൻസ് തീർച്ചയായിട്ടും ഉണ്ടാകാം. അപ്പോൾ ശക്തമായിട്ട് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ, അതായത് ആ വ്യക്തിക്ക് നിങ്ങളോട് ആഴത്തിൽ ആഗ്രഹം തോന്നുമ്പോഴും കുറ്റബോധം തോന്നുമ്പോഴും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കാതെ പോയി എന്നുള്ള ചിന്തയും, നിങ്ങളിലേക്ക് വരണം, ആ കാര്യങ്ങളെല്ലാം ക്ലാരിറ്റി വരുത്തണമെന്ന് ചിന്തിക്കുമ്പോഴും ആ വ്യക്തിയെ തടയുന്ന ശക്തമാകുന്ന ഒരു ഊർജം നിൽക്കുന്നു നിങ്ങൾക്കിടയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു റീയൂണിയൻ പ്രസൻസിൻ്റെ സമയം കഴിഞ്ഞിട്ടും നിങ്ങളിലേക്ക് ആ വ്യക്തിക്ക് വരാൻ സാധിക്കാത്തതെന്നാണ് കാണുന്നത്. എന്താണേലും ഒരു സ്ട്രെസ് എനർജിയിലാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. ഒരുപാട് കുറ്റബോധമുണ്ട്, പക്ഷെ നിങ്ങളെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ആ പേഴ്സൺ വിട്ട് കളഞ്ഞിട്ടില്ല, നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഒരു ക്ഷമ ആ വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. അതായത് എല്ലാം മാറി സമാധാനമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും കാര്യങ്ങൾ പോസിറ്റീവ് ആകട്ടെ എന്ന ചിന്ത ആ വ്യക്തിയിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളെക്കുറിച്ച് ശരിക്കും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. 24 അവേഴ്സും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള എനർജിയുടെ ഒരു മാറ്റം, ഇന്നലെ വരെ എന്താണോ അതിൽ നിന്ന് ശക്തമാകുന്നൊരു മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ഈ ബന്ധത്തിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.